സ്വാഗതം. പ്രധാന വാർത്തകൾ. പഴഞ്ഞി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുവരുന്ന പ്രതിഭോത്സവത്തിൽ ഇന്ന് അഭിനയവും ഗണിതവും. നടത്തിപ്പ് ആർക്കെന്നറിയാതെ കുന്നംകുളത്തെ ടൂറിസം കെട്ടിടം. ആർത്താറ്റ് മർത്തോമ പള്ളിയിൽ മെയ് 21 സൗജന്യ മെഡിക്കൽ ക്യാമ്പ്. വടക്കാഞ്ചേരി കുന്നംകുളം ഉപജില്ലയിലുള്ള കായിക അധ്യാപകരുടെ മീറ്റിംഗ് കുന്നംകുളത്ത് വെച്ച് നടന്നു. കുന്നംകുളത്തെ UDF വിമതർ മുരളി ഗ്രൂപ്പിലേക്ക്. കുന്നംകുളം നഗരസഭയുടെ പഞ്ചവത്സര പദ്ധതിയുടെയും വാർഷിക പദ്ധതിയുടെയും അവലോകനം നടന്നു. വാർത്തകൾ വിശദമായി. പഴഞ്ഞി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുവരുന്ന പ്രതിഭോത്സവത്തിൽ ഇന്ന് അഭിനയവും ഗണിതവും. പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുവരുന്ന പ്രതിഭോത്സവത്തിൽ ഇന്ന് ജോസ് ചിറമൽ ഹാളിൽ വിദ്യാർത്ഥികൾക്ക് അഭിനയം പഠിപ്പിച്ചു. നാടക സംവിധായകൻ ശ്രീ പ്രഭരൻ വേലൂർ ക്ലാസ് എടുത്തു. ശ്രീനിവാസ രാമാനുജൻ ഹാളിൽ നടന്ന ഗണിതം സെഷനിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എരുമപ്പെട്ടിയിലെ അധ്യാപകനായ ശ്രീ MS രാമകൃഷ്ണൻ മാസ്റ്റർ ക്ലാസ് എടുത്തു. അക്കാദമിക് നിലവാരത്തോടൊപ്പം സർഗാത്മക ശേഷിയും വർദ്ധിപ്പിക്കാനാണ് പ്രതിഭോത്സവം എന്ന പേരിൽ സംസ്ഥാന ഗവൺമെന്റ് അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. കടലിലേക്ക് ഒഴുകി പോകുന്നു, പിണ്ടിയിലേക്ക് ഒഴുകി പോകുന്ന കുഞ്ഞുങ്ങൾക്ക് നമുക്ക് അത് സംഘർഷമാവും ആ വായനയിലൂടെ തന്നെ. അപ്പൊ അതൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ കേട്ടപ്പോഴാണ് നമ്മള് വായനയിലേക്ക് പ്രവേശിക്കാൻ ഉണ്ടായിരുന്ന കാര്യം. കാരണം വായന വാസനകളെ പോഷിപ്പിക്കും എന്ന് പറയാറുണ്ട് അല്ലെ? കുഞ്ഞുങ്ങൾ പറഞ്ഞാണ് വായന വാസനയെ പോഷിപ്പിക്കും. നടത്തിപ്പ് ആർക്കെന്നറിയാതെ കുന്നംകുളത്തെ ടൂറിസം കെട്ടിടം. UDF ഭരണകാലത്ത് സംസ്ഥാന ആസൂത്രണ ബോർഡ് മെമ്പറും CMP സംസ്ഥാന സെക്രട്ടറിയുമായ CP ജോണിന്റെ ആവശ്യപ്രകാരം കുന്നംകുളം നഗരസഭയുടെ സ്ഥലത്ത് ഗുരുവായൂർ റോഡിൽ ആരംഭിച്ച ടൂറിസം സെന്റർ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയായി. എന്നാൽ ഇതിന്റെ നടത്തിപ്പ് ചുമതല ആർക്കാണെന്നറിയാതെ കെട്ടിടം ഉദ്ഘാടനം കാത്തുകിടപ്പാണ്. CP ജോണിന്റെ നിർബന്ധത്തിന് വഴങ്ങി നഗരസഭാ സെക്രട്ടറി, ജീവനക്കാർ എന്നിവരുടെ ക്വാർട്ടേഴ്സിനോട് ചേർന്നുള്ള ഗുരുവായൂർ റോഡിലുള്ള 30 സെന്റ് സ്ഥലമാണ് UDF നഗരസഭാ ഭരണസമിതി ടൂറിസം സെന്റർ നിർമ്മാണത്തിന് വിട്ടുകൊടുത്തത്. ഇപ്പോൾ 20 സെന്റ് സ്ഥലത്ത് കേരളീയ ശൈലിയിൽ മനോഹരമായ കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ട്. മുകളിലെ നിലയിൽ ഹാൾ, ചെറിയ യോഗങ്ങൾക്കും മറ്റും ഉപയോഗപ്പെടുത്താം. ഈ കെട്ടിടത്തിന് വേണ്ടി സ്ഥലം വിട്ടുകൊടുത്തുവെന്നല്ലാതെ ഈ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിലോ നടത്തിപ്പിലോ നഗരസഭയ്ക്ക് യാതൊരു പങ്കാളിത്തവുമില്ലെന്ന് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രനും വൈസ് ചെയർമാൻ PM സുരേഷും പറഞ്ഞു. എന്തിനാണ് ഇങ്ങനെയൊരു കെട്ടിടമെന്ന് ആർക്കും അറിയില്ല. ടൂറിസം വകുപ്പിന്റേതാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിന്റെ മേൽനോട്ട ചുമതല ആർക്കാണെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കാനാണ് ഈ സെന്റർ എന്ന് ചിലർ അവകാശപ്പെടുമ്പോഴും ഏതു തരം ടൂറിസത്തെയാണ് ഇത് പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് വ്യക്തമല്ല. ഓരോ കാലത്ത് ഓരോരുത്തർക്ക് തോന്നുന്ന രീതിയിൽ സർക്കാർ ഫണ്ട് ദുരുപയോഗം ചെയ്യുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ടൂറിസം സെന്റർ കെട്ടിടം. ആർത്താറ്റ് മർത്തോമ പള്ളിയിൽ മെയ് 21 സൗജന്യ മെഡിക്കൽ ക്യാമ്പ്. ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മർത്തോമ വലിയ മെത്രാപ്പോലീത്തയുടെ 100ാം ജന്മദിനത്തോടനുബന്ധിച്ച് ആർത്താറ്റ് കുന്നംകുളം മാർത്തോമ ഇടവക മിഷനും ലയൺസ് ക്ലബും സംയുക്തമായി മെയ് 21 ആർത്താറ്റ് വെച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തുമെന്ന് വികാരി റവറൻ പ്രതീഷ് ഉമ്മൻ, അജിത് ചീരൻ എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ക്യാമ്പിൽ ആയുർവേദ, ഹോമിയോ ഡോക്ടർമാരുടെ സേവനവും സൗജന്യ ദന്ത അസ്ഥിബല പരിശോധനകളും ഉണ്ടായിരിക്കും. ക്യാമ്പിൽ സൗജന്യ മരുന്ന് വിതരണവും ഉണ്ടായിരിക്കും. ജോൺ ദാനിയേൽ, മുരളി എന്നിവരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. സംഘടിപ്പിക്കുന്നതായ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് വടക്കാഞ്ചേരി കുന്നംകുളം ഉപജില്ലയിലുള്ള കായിക അധ്യാപകരുടെ മീറ്റിംഗ് കുന്നംകുളത്ത് വെച്ച് നടന്നു. വടക്കാഞ്ചേരി കുന്നംകുളം ഉപജില്ലയിലുള്ള കായിക അധ്യാപകരുടെ മീറ്റിംഗ് കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു. ആരോഗ്യ കായിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് പുരോഗതി ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായാണ് അധ്യാപകരുടെ സമഗ്ര അധ്യാപക പരിവർത്തന പരിപാടി സംഘടിപ്പിച്ചത്. ഏകദേശം 50ഓളം അധ്യാപകർ ക്യാമ്പിൽ പങ്കെടുത്തു. സുജീഷ്, സുനിൽ, മിനി എന്നീ അധ്യാപകരാണ് ക്ലാസുകൾക്ക് നേതൃത്വം നൽകിയത്. കായിക വിദ്യാഭ്യാസം നിർബന്ധിത പാഠ്യപദ്ധതിയാക്കണമെന്ന് അധ്യാപകർ ആവശ്യപ്പെട്ടു. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയാണ് ഇപ്പോൾ ഈ വിദ്യാഭ്യാസം നടക്കുന്നത് എങ്കിലും ഇത് +2 തലത്തിലേക്ക് കൂടി വ്യാപിപ്പിക്കണമെന്നും അധ്യാപകർ ആവശ്യപ്പെട്ടു.
അതിനു മുന്നേ നമ്മൾ എന്താണ് കറക്റ്റ് പോസ്റ്റർ എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജന്മനാ. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മൂലേപ്പ ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി. 6 പതിറ്റാണ്ട് പ്രവർത്തന പാരമ്പര്യമുള്ള മൂലേപ്പ ടെക്സ്റ്റൈൽസിൽ ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് എന്നിവർക്കായുള്ള തുണിത്തരങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു. ക്യാപ് ടോപ്പ്, വെൽവെറ്റ് ഫ്രോക്സ്, ഗൗൺ ഫ്രോക്സ്, പാൻ അമേരിക്ക, MCR, രാംരാജ്, ഏഞ്ചൽ ഫോം എന്നീ കമ്പനികളുടെ തുണിത്തരങ്ങളും ലഭ്യമാണ്. മൂലേപ്പ ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി. എല്ലാവിധ ഫർണിച്ചറുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും വിപുലമായ ശേഖരത്തോടുകൂടി ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ് എന്ന സ്ഥാപനം പഴഞ്ഞി അടയ്ക്ക മാർക്കറ്റിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വെറും 20 ആഴ്ച കൊണ്ട് നിങ്ങൾക്കിഷ്ടപ്പെട്ട ഫർണിച്ചർ സാധനങ്ങൾ സ്വന്തമാക്കുവാൻ ഒരു സുവർണാവസരം. ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, മെയിൻ റോഡ്, പഴഞ്ഞി. ഫോൺ 94 95 33 13 22, 94 97 88 72 49. ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. റോജാപ്പാക്ക് മാനുഫാക്ചറിംഗ് ഓഫീസ്, NVKM and Sons, Dindigul. Zone distributor Roja Agencies, Kunnamkulam. Phone 9446 145776, 9446 145778. വാർത്തകൾ തുടരുന്നു. കുന്നംകുളത്തെ UDF വിമതർ മുരളി ഗ്രൂപ്പിലേക്ക്. മുരളീധരൻ ഗ്രൂപ്പിലേക്ക് ചേക്കേറിയ നഗരസഭാ വിമത കൗൺസിലർമാർ തങ്ങളുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനങ്ങൾ രാജിവെക്കില്ല. കഴിഞ്ഞ ദിവസം വിമത വിഭാഗം കൗൺസിലർമാരുമായി DCC പ്രസിഡന്റ് TN പ്രതാപൻ ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചയിൽ BJP അംഗങ്ങളുടെ സഹകരണത്തോടെ ലഭിച്ച മുഴുവൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർ സ്ഥാനങ്ങളും രാജിവെക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. 10 ദിവസത്തിനകം മറുപടി നൽകാമെന്ന് പറഞ്ഞ് സ്ഥലം വിട്ട വിമത വിഭാഗം കുന്നംകുളത്ത് വിളിച്ചു ചേർത്ത മുരളീധരൻ വിഭാഗത്തിന്റെ ഗ്രൂപ്പ് യോഗത്തിൽ പങ്കെടുത്ത് ശക്തി തെളിയിച്ചു. കുന്നംകുളം നിയോജകമണ്ഡലത്തിൽ മുരളീധരൻ ഗ്രൂപ്പിനെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി എല്ലാ മണ്ഡലം കമ്മിറ്റികളിലും മുരളി വിഭാഗത്തിന്റെ ഗ്രൂപ്പ് യോഗങ്ങൾ നടന്നു വരികയാണ്. മുൻ നഗരസഭാ ചെയർമാൻ DCC സെക്രട്ടറിമാരുമായ KC ബാബു, CI ഇറ്റിമാത്തു എന്നിവരോടൊപ്പം നിന്നിരുന്ന പലരും ഇപ്പോൾ മുരളീധരൻ ഗ്രൂപ്പിലേക്ക് മാറിയിരിക്കുകയാണ്. A ഗ്രൂപ്പ് നേതാവായിരുന്ന MS സുഗുണനടക്കമുള്ളവർ CI ഇറ്റിമാത്തുവിനെ തള്ളിപ്പറഞ്ഞ് മുരളീധരൻ ഗ്രൂപ്പിലേക്ക് ചേക്കേറി.
നഗരസഭ വിമത കൗൺസിലർമാരുടെ പിന്തുണയും മറ്റ് നേതാക്കളുടെ സഹകരണത്തോടെ മുരളീധരൻ ഗ്രൂപ്പ് മെയ് 21 രാജീവ് ഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ കുന്നംകുളത്ത് വിപുലമായ രീതിയിൽ രക്തസാക്ഷി ദിനാചരണം സംഘടിപ്പിക്കാനും ആലോചിക്കുന്നുണ്ട്. ഓരോ വ്യക്തികളുടെ ഇഷ്ടാനുസരണം കുന്നംകുളത്ത് കോൺഗ്രസ് രാഷ്ട്രീയത്തെ നയിക്കുന്നതാണ് പല പ്രശ്നങ്ങളും സങ്കീർണമാക്കുന്നത്. ശക്തമായ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ അഭാവമാണ് ഗ്രൂപ്പ് രാഷ്ട്രീയം ശക്തമാവാനുള്ള കാരണമെന്ന് ഒരു വിഭാഗം പ്രവർത്തകർ അഭിപ്രായപ്പെട്ടു. കുന്നംകുളം നഗരസഭയുടെ പഞ്ചവത്സര പദ്ധതിയുടെയും വാർഷിക പദ്ധതിയുടെയും അവലോകനം നടന്നു. കുന്നംകുളം നഗരസഭയുടെ 13ാം പഞ്ചവത്സര പദ്ധതിയുടെയും 2017-18 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെയും ഭാഗമായി വിവിധ വാർഡുകളിൽ നിന്നും വർക്കിംഗ് ഗ്രൂപ്പുകളിൽ നിന്നും വന്നിട്ടുള്ള പദ്ധതി നിർദ്ദേശങ്ങൾ ക്രോഡീകരിക്കാൻ വർക്കിംഗ് ഗ്രൂപ്പ് പൊതുയോഗം ബോയ്സ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ശ്രീ വി മനോജ് കുമാർ പദ്ധതി ക്രോഡീകരണം നടത്തി. ശ്രീമതി ഗീത ശശി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് ചെയർമാൻ ശ്രീ PM സുരേഷ്, മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, കൗൺസിലർമാർ, മറ്റ് വ്യക്തികൾ, ഉദ്യോഗസ്ഥന്മാർ എന്നിവർ പങ്കെടുത്തു. വിപണി അടയ്ക്ക പഴയത് 4200 രൂപ മുതൽ 4450 രൂപ വരെ, പുതിയത് 4300 രൂപ മുതൽ 4540 രൂപ വരെ, രണ്ടാം തരം 3000 രൂപ മുതൽ 3500 രൂപ വരെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പഴഞ്ഞി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുവരുന്ന പ്രതിഭോത്സവത്തിൽ ഇന്ന് അഭിനയവും ഗണിതവും. നടത്തിപ്പ് ആർക്കെന്നറിയാതെ കുന്നംകുളത്തെ ടൂറിസം കെട്ടിടം. ആർത്താറ്റ് മർത്തോമ പള്ളിയിൽ മെയ് 21 സൗജന്യ മെഡിക്കൽ ക്യാമ്പ്. വടക്കാഞ്ചേരി കുന്നംകുളം ഉപജില്ലയിലുള്ള കായിക അധ്യാപകരുടെ മീറ്റിംഗ് കുന്നംകുളത്ത് വെച്ച് നടന്നു. കുന്നംകുളത്തെ UDF വിമതർ മുരളി ഗ്രൂപ്പിലേക്ക്. കുന്നംകുളം നഗരസഭയുടെ പഞ്ചവത്സര പദ്ധതിയുടെയും വാർഷിക പദ്ധതിയുടെയും അവലോകനം നടന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.